മലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലണ്ടൻ ഡെർബിയെ കുറിച്ചാണ്. മറ്റൊരു എംബാരസിംഗ് ഡിഫീറ്റാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചിട്ട് സ്പേഴ്സിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 1-0 ചെൽസി ടോട്ടനാമിനെ പരാജയപ്പെടുത്തി. ഇപ്പൊ കഴിഞ്ഞ ഒരു 8 മത്സരങ്ങളിൽ സ്പേഴ്സ് ആർസണലിനെതിരെയും ചെൽസിക്കെതിരെയും കളിച്ചപ്പോൾ 1 പോയിന്റാണ് കിട്ടിയത്. 1 പോയിന്റ്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഈ ഒരു പെർഫോമൻസ് യാതൊരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്കോഗ്ലു കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത് നമ്മുടെ ടീമിലെ എല്ലാവരും ഇഞ്ചേർഡ് ആണ് 12 പേര് പുറത്തുപോയി. ഈ ടീമിലേക്ക് എല്ലാ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് തിരിച്ചു വന്നു. റൊമേരോ ഉണ്ട്, മിക്കി വാൻഡവൻ ഉണ്ട്, മാഡിസൺ ഇഞ്ചുറി കഴിഞ്ഞ് മിഡ്ഫീൽഡിലേക്ക് എത്തി, ഉഡോജി കളിക്കുന്നുണ്ട്, സൊളാങ്കി, സണ്ണ് 2 പേരും ഒഫൻസിലേക്ക് മടങ്ങി വന്നു. ഇനി ആരാണ് വേണ്ടത്? നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ടീമാണ് ഇന്ന് ചെൽസിക്കെതിരെ ഇറങ്ങിയത്. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ആ ജാക്സന് ഉന്നമില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കളി തുടങ്ങി സ്പേഴ്സിന്റെ ഡിഫൻസിനെ ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പൂ പറിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ചെൽസിയുടെ സൈഡിൽ നിന്ന് ലോങ് ബോൾ വരുന്നു. റൊമേറോ എങ്ങനെയൊക്കെയോ ജാക്സനെ പിടിച്ച് ഹെഡ് ചെയ്തുകൊണ്ട് ബോള് വികാരിയുടെ കയ്യിലേക്ക് ഇട്ടു. വികാരിയോ തിരിച്ചടിച്ചു കൊടുത്തത് ജാക്സന്റെ കാലിലേക്കാണ്. ഇവിടെ മിക്കി വാൻഡവൻ വീണ്ടും വന്ന് ഒരു ഷോട്ട് കൂടി എടുത്ത് അത് ഡിഫ്ലക്റ്റ് ആയിട്ട് പോസ്റ്റിൽ തട്ടിയിട്ട് ബോൾ വീണ്ടും വരുന്നു. അങ്ങനെ ആകെ പ്രശ്നത്തിലൂടെയാണ് സ്പേഴ്സ് ഇന്ന് കളി തുടങ്ങിയത്. ചെൽസി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 20 മിനിറ്റിൽ 3-4 കിഡിലൻ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ പാമറുടെ സൈഡിൽ നിന്നായാലും എൻസോയുടെ സൈഡിൽ നിന്ന് ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്സും ഒരു കൃത്യമായിട്ടുള്ള അറ്റാക്കിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ അറ്റാക്കിംഗ് പദ്ധതി എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങിലൂടെ ഓഡിബേർട്ടിനെ മുന്നിലേക്ക് പുഷ് ചെയ്യുക. പക്ഷേ കുക്കറയുടെ ഇന്നത്തെ പെർഫോമൻസ് ബ്രില്യൻ്റ് ആയിരുന്നു. പുള്ളി നല്ല രീതിയിൽ തന്നെ ഓഡിബേർട്ടിനെ മാർക്ക് ചെയ്തു. പുള്ളിക്ക് ഒരു പ്രാവശ്യം അങ്ങനെയാണ് ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള അവസരം കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ സമയത്തും പുള്ളിയെ ലോക്ക് ചെയ്യാനും ബോൾ റിക്കവർ ചെയ്യാനും കുക്കറയ്ക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ന് ചെൽസിയുടെ ഡിഫൻസ്, ഇപ്പൊ ഡിഫൻസിന്റെ കാര്യം, ഇപ്പൊ ചലബ അടങ്ങുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിഫൻസ് ഇന്ന് ചെൽസിയുടെ സൈഡിൽ നിന്ന് വന്നു എന്ന് പറയേണ്ടി വരും. അവർ ഹൈ ലൈനിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ബോൾ പുറത്തേക്ക് പോവാതെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കളിക്കുന്നു. കൗണ്ടർ വരുന്ന സമയത്ത് എല്ലാവരും ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് 1-2 ചാൻസുകളാണ് ആകെ കിട്ടിയത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ പ്രോഗ്രസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. പലപ്പോഴും നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻസും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ മത്സരത്തിലും നടക്കുന്നത് പോലെ ഫസ്റ്റ് ഹാഫിന്റെ അവസാനം റെഗുലർ ഉന്തും തള്ളും തല്ലുപിടിയും കാര്യങ്ങളും ആ ഒരു ഷോ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. റൊമേറോ അത് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി മുമ്പോട്ട് പോയി ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള പാസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗോളെങ്കിലും അടിക്കായിരുന്നു. ഇവിടെ ചലബയും റൊമേറോയും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റമൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2 ടീമുകൾക്കും സ്കോർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സ്കോർ ചെയ്തില്ല. 0-0 എന്ന നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. നമ്മുടെ ചില സമയത്ത് ഡിഫെൻഡിങ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ കരഞ്ഞു പോവും. അതുപോലത്തെ ഡിഫെൻഡിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴേ ഒരു ഗോള് മണക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കോൾ പാമർ കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് വന്നിട്ട് ക്രോസിൽ ഇടുന്നുണ്ടായിരുന്നു, കട്ട് ബാക്ക് ചെയ്തിട്ട് ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കമ്പാരിറ്റീവ്ലി ഇപ്പൊ ജാക്സണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻസോയുടെ ഹൈറ്റ് കുറവാണ്. എൻസോ ഫ്രീ ആയിട്ട് പോസ്റ്റിലേക്ക് വന്ന് ഹെഡ് ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉഡോജിക്ക് ആകെ ഉള്ളൊരു ടാസ്ക് എൻസോയെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പുള്ളി അട്ടം നോക്കി നിൽക്കുന്നു, ആൾക്കാരോട് എന്തൊക്കെയോ ചോദിക്കുന്നു. വളരെ ഈസി ആയിട്ട് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് പാമർ കൊടുത്തുള്ള ഒരു ക്രോസ് എൻസോ വന്നിട്ട് ഹെഡ് ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ തന്നെ ചെൽസി 1-0 മുമ്പിൽ എത്തുകയാണ്. ഈ ഗോള് ഡബിൾ ആക്കേണ്ട ഓപ്പർച്യൂണിറ്റി അധികം വൈകാതെ തന്നെ കിട്ടി. ഇവിടെ വികാരിയോടെ 1-2 സേവ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വികാരിയോ കൊടുത്തിട്ടുള്ള പാസ്സൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഉഡോജിക്ക് പാസ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ടുള്ള ഷോട്ട് ഓപ്പോസിഷന്റെ കാലിലേക്ക് കൊടുക്കുക. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തിനാണ് പുള്ളി ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന് 1-0 ലീഡിലേക്ക് എത്തി. വിത്തിൻ നോ ടൈം ചെൽസിക്ക് അടുത്ത ഗോളിനുള്ള ചാൻസ് കിട്ടുകയാണ്. ഇവിടെ കൈസെഡോയുടെ ആ ഒരു ഷോട്ട് ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഷോട്ടും ഗോളും ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡ് ആയതുകൊണ്ട് അത് ചോപ്പിംഗ് ചെയ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ്.
ഇവിടെ സെറ്റ് പീസിൽ നിന്ന് വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സ്പേഴ്സ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ഡയറക്റ്റ് ബോളിലാണ് കൈസഡോ ഷോട്ട് എടുക്കുന്നത്. അത് കൃത്യമായിട്ട് റൈറ്റ് വിങ്ങിലേക്ക് പോവുകയും ചെയ്തു, ഗോളായി. പക്ഷേ വാർ ഇന്റർവ്യൂൻ ചെയ്തിട്ട് ഈ ഗോള് ചോപ്പ് ഓഫ് ചെയ്തു. അങ്ങനെ 1-0 ലീഡിലൂടെ ചെൽസി മുമ്പോട്ട് പോവുകയും ചെയ്തു. ഇവിടെ റഫറിങ്ങിന്റെ 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. എസ്പെഷ്യലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പെപ്സാറിനെ കൊണ്ടുവന്നു, പെഡ്രോ പോറോയെ ടീമിലേക്ക് എത്തിച്ചു. ഇവിടെ കൈസഡോ സാറിനെ പോസ്റ്റിൽ വെച്ചിട്ട് ഫൗൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കാലിൽ ചവിട്ടുന്നതായിട്ടാണ് സ്ലോ മോഷനിൽ എനിക്ക് കാണുന്നത്. ഒരു സോഫ്റ്റ് ഫൗളാണ്, പക്ഷെ അത് ഫൗളാണ്. ഇവിടെ വാർ ഇന്റർവ്യൂൻ ചെയ്തിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ചെക്ക് ചെയ്തോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സാധാരണ നമ്മൾ വാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് വാർ ചെക്കിംഗ് ഒക്കെ കാണിക്കാറുണ്ട്. ഒന്നുമില്ല, ഓൺഫീൽഡ് റെഫറിയും ചെക്ക് ചെയ്തിട്ടില്ല. അതോടുകൂടി ആ ഓപ്പർച്യൂണിറ്റി കയ്യിൽ നിന്ന് പോയി. വിത്തിൻ 2 minutes പെപ്സാറ് മറ്റൊരു ഫൗള് നടത്തിക്കൊണ്ട് ബോൾ റിക്കവർ ചെയ്യുന്നു, പുള്ളി സ്കോർ ചെയ്യുന്നു. അത് ഫൗളാണ്, അതിൽ യാതൊരു സംശയവും. പുള്ളി കൈസഡോ ഫൗൾ ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഫൗളാന്നുള്ള കാര്യം നമുക്ക് റീപ്ലേയിൽ കാണുകയും ചെയ്യാം. പിന്നീട് കിട്ടിയിട്ടുള്ള ബോള് പോസ്റ്റിന് പുറത്തു നിന്ന് മിഡ്ഫീൽഡിൽ നിന്നാണ് സാർ അടിക്കുന്നത്. അത് ഗോളിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഈ 2 ഓപ്പർച്യൂണിറ്റികൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് വാർ ചെക്ക് ചെയ്യുന്നില്ല, വളരെ ബ്ലേറ്റന്റ് ആയിട്ട് വാർ ഇഗ്നോർ ചെയ്യുന്നു. മറ്റേതൊരു 10 മിനിറ്റ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്. അതിന്റെ ഒരു ഛേദോ വികാരം എനിക്ക് മനസ്സിലാവുന്നില്ല. സെറ്റ് പീസിൽ നിന്ന് ചെൽസിയുടെ കാലിൽ തട്ടി പോകുന്ന ബോള് കോർണർ കൊടുക്കാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള യെല്ലോ കാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുക, ഇതുപോലുള്ള 3-4 മൊമെന്റ്സ് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് സ്പേഴ്സ് തോറ്റത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പാർഷ്യാലിറ്റി ചില അവസരങ്ങളിലൊക്കെ റഫറിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. കളി മുമ്പോട്ട് പോയി. അവസാനത്തെ ഒരു 15 മിനിറ്റിലാണ് കുറച്ചെങ്കിലും ചാൻസുകൾ സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. സണ്ണിന് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി 89 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ബ്രണ്ടൻ ജോൺസൺ റൈറ്റ് വിങ്ങിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പന്ത് സ്ക്വയർ ആയിട്ട് പോസ്റ്റിലേക്ക് ഇടുന്നു. ഇവിടെ സണ്ണിന്റെ സ്ലൈഡ് ആയിട്ടുള്ള ഒരു ടച്ചും, ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഗോൾ കീപ്പർ ആയിട്ടുള്ള സാഞ്ചസ് ചാടിയിട്ടുള്ള ഒരു ചാട്ടമുണ്ട്. ഇപ്പൊ ഗ്രൗണ്ട് ഷോട്ട് സേവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പുള്ളിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സേവ് ആണ് ചെൽസിയെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ സമയത്ത് ഉറപ്പായിട്ടും സ്പേഴ്സ് സ്കോർ ചെയ്യായിരുന്നു. അതിനുശേഷം 12 മിനിറ്റിന്റെ ഇഞ്ചുറി ടൈം ഈ കളിയിൽ കിട്ടി. 1-2 ഹാഫ് ചാൻസുകൾ സ്പേഴ്സിന് ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. സൺ ഔട്ട് ഓഫ് ഫോം ആണ്. സോളാങ്കിക്കാണെങ്കിൽ ബോൾ കാലിൽ നിൽക്കുന്നില്ല. ബ്രണ്ടൻ ജോൺസൺ ഒരുപാട് ഓടുന്നുണ്ട്, 1-2 പാസ്സൊക്കെ കൊടുത്തു, ആരും എഫക്റ്റീവ് അല്ല. ചെൽസിയുടെ ഡിഫെൻഡിങ് അവസാനത്തെ നിമിഷമൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു, ഇൻക്ലൂഡിങ് സാഞ്ചസ്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 1-0 ചെൽസി വിജയിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആഞ്ച് പോസ്റ്റെക്കോഗ്ലുവിന്റെ ടൈം അടുത്ത് വരികയാണ്. അടുത്ത് നടക്കാൻ പോകുന്ന എൻട്രിച്ചുമായിട്ടുള്ള യൂറോപ്പ് ലീഗ് മത്സരം പുള്ളിയുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അതിലെങ്ങാനും എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഷുവർ പുള്ളിയെ സാക്ക് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. 16ാമത്തെ തോൽവി സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you so much for watching. Bye for now.